ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 104. നമ്മളിന്ന് മണ്ഡലം 1 സൂക്തം 45 നോക്കുന്നത്. ഇതിലെ ദേവതയും അഗ്നിയാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിലൊന്നായ ഊർജം. കര, ദ്രവ, വാതക, ഊർജം. അഗ്നി, അഗ്നിയെ പോലെയുള്ളത് അല്ലെ, അഗ്നിയുടെ സ്രോതസ്, ഇതാണ് ഊർജം. അപ്പം അതിലെ ഒന്നാമത്തേല് എന്താ മന്ത്രത്തിൽ പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 45-1. ഋഷി പ്രസ്കണ്വൻ ദേവതാഗ്നി ഛന്ദസ് അനുഷ്ടുപ്പ്. ത്വം അഗ്നേ വസൂം രിഹരുദ്രാം ആദിത്യാമുദാം യജാസ്വധ്വരം ജനം അനുജാതം കൃതപൃഷം. വസുക്കളെയും രുദ്ര ആദിത്യന്മാരെയും യജ്ഞയുക്തമായി കൃതാന്ന വർഷകരായ മനു പുത്രദേവതകളെയും യജ്ഞത്തിൽ പൂജിക്കണമെന്ന് അഗ്നിയോട് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ വസുക്കളെയാണ് നമ്മൾ യജ്ഞങ്ങളിൽ പൂജിക്കേണ്ടത്. വസുക്കൾ എന്ന് പറഞ്ഞാൽ അഷ്ടദിക്പാലകര്, അഷ്ടവസുക്കളുണ്ട്, 8 ദിക്കിൽ വസിക്കുന്നവർ. ഏതിലുള്ള വസുക്കളെ? രുദ്രാദിത്യന്മാർ, രുദ്രനിലും ആദിത്യനിലും. രുദ്രൻ എന്ന് പറയുന്നത് ആറ്റമാണ്. ആറ്റത്തിലെ 8 ദിക്കുകളിൽ, അതാണ് ഒക്ടറ്റ് റൂൾ, 8 ദിക്കുകളിൽ ആധിപത്യം വഹിക്കുന്ന ശക്തി വിശേഷം. അവിടെ എന്ത് വേണം? ഏറ്റവും പുറത്തെ ഓർബിറ്റിൽ 8 ഇലക്ട്രോൺ വേണം. ആ 8 ഇല്ല എങ്കിൽ ആ 8 ദിക്കിലുള്ള ശക്തികൾ എവിടെന്നെങ്കിലും ഇലക്ട്രോൺ മറ്റുള്ള ആറ്റങ്ങളിൽ നിന്നെല്ലാം പിടിച്ചെടുത്തിട്ട് എങ്ങനെയെങ്കിലും അവിടെ എത്താക്കും. അതുകൊണ്ടാണ് ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ 33 കോടി വസ്തുക്കളായിട്ട് മാറിയത്. അപ്പോൾ ആ 8 ദിക്കില് അപ്പൊ ഈ ഇലക്ട്രോണ് കൂടിച്ചേരുന്നതിന് പിന്നിലുള്ള പ്രേരക ശക്തി അഗ്നിയാണ്. അഗ്നി അനുസരിച്ചാണ് കൂടിച്ചേരുന്നത്. ഒരു വസ്തു നമ്മൾ ഓക്സിജന്റെ പ്രസൻസിൽ വിറക് കത്തുമ്പോൾ അവിടെ ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത്. ഈ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് 8 ദിക്കിലുള്ള ആ ഇലക്ട്രോണുകളാണ്. അതിലല്ല, ആ 8 ദിക്കിലുള്ള ഇലക്ട്രോൺ ആക്കാൻ വേണ്ടിയാണ്. അത് ഊർജവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. കൃത്യമായ ഊർജം കിട്ടുകയാണെങ്കിൽ ആ ഇലക്ട്രോണുകൾ വേറൊന്നിലേക്ക് പോവുകയോ മറ്റെന്തെങ്കിലും തരത്തിൽ കൂടിച്ചേരും. അതിനെല്ലാം ഒരു ഊർജമുണ്ട്. ആ ഊർജം ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. ഇപ്പൊ കത്തുമ്പോൾ ആ അഗ്നിയിൽ നിന്ന് ഇത് കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന ഊർജമാണ് പുറത്തേക്ക് വരുന്നത്. ഇതെല്ലാം ആറ്റങ്ങളുടെ ഓർബിറ്റുമായിട്ടും ആ ഓർബിറ്റിലുള്ള ഏറ്റവും പുറത്തുള്ള 8 ദിക്കിലുള്ള ആ സ്ഥാനവുമായിട്ടും, അതാണ് വസ്തുക്കൾ, അവയുടെ അവയുടെ ബലം, അതാണ് കൂടിച്ചേരാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്പൊ രുദ്രന്മാരും ആദിത്യന്മാരും സൂര്യനിലും ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പൊ ഭൂമി സൂര്യന് ചുറ്റുമ്പോൾ ഓർബിറ്റിലാണ്. ചിലപ്പോൾ സൂര്യനോട് അടുക്കും, ചിലപ്പോൾ സൂര്യനിൽ നിന്ന് അകലും. അതിനനുസരിച്ചാണ് ഊർജം ഭൂമിയിലേക്ക് വരുന്നത്. മേടമാസത്തിൽ സൂര്യൻ ഭൂമിയോട് അടുക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും, വേറെ സ്ഥലത്ത് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അഗ്നിയുടെ സ്രോതസ് ഈ ഓർബിറ്റുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആ ഓർബിറ്റുകളെ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ആ ഓർബിറ്റിലുള്ള 8 ദിക്കിലെ ബലങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ വസുക്കളെയും രുദ്രന്മാരെയും എല്ലാം പൂജിക്കാൻ പറയുകയാണ് യാഗത്തിൽ. നമ്മുടെ കർമ്മങ്ങളെല്ലാം ഈ ഭൂമിയുടെ ഓർബിറ്റിനെയും ആറ്റത്തിലെ ഓർബിറ്റിലെയും വസുക്കളെയെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിൻ്റെ അനുസരിച്ചാണ് ഊർജം പ്രവഹിക്കുന്നത്, അഗ്നി പുറത്തേക്ക് വരുന്നത്.
അതേപോലെ തന്നെ മനുപുത്ര ദേവതകളെയും പൂജിക്കണം. ഒരു യജ്ഞം നടക്കുമ്പോൾ മനുവിൻ്റെ പുത്രന്മാർ, മനു എന്ന് പറഞ്ഞാൽ മനുവിൽ നിന്നാണ്, അതാണ് ഒരു പ്രേരക ശക്തി. ഓരോ മന്വന്തരം ഓരോ കാലഘട്ടം ഒരു സൈക്കിൾ ആരംഭിക്കുന്നത് തുടക്കം മനുവിൽ നിന്നാണ്. ആ പ്രേരക ശക്തിയാണ് ആ സൈക്കിളിൽ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അപ്പോൾ അതിലൂടെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത്. മനുവിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ആ കർമ്മങ്ങൾക്കെല്ലാം പിന്നിൽ പ്രേരക ശക്തിയായിട്ട് വർത്തിക്കുന്നത് അഗ്നിയാണ്. കൃതത്താൽ, കൃതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് യജ്ഞം നടത്തുമ്പോഴും അതിനനുസരിച്ചുള്ള വസ്തുക്കൾ കൊടുത്താലേ ഊർജം പുറത്തേക്ക് വരികയുള്ളൂ. ഊർജത്തിലൂടെയാണ് സൃഷ്ടിയെല്ലാം നടക്കുന്നത്. ആ ഊർജം കൃതങ്ങളിൽ നിന്നെല്ലാമാണ് ലഭിക്കുന്നത്. ഇനി 2 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 45-2. സൃഷ്ടിവാനോ ഹി ദാശുഷേ ദേവാ അഗ്നേ വിചേതസഃ താൻ രോഹിതശ്വാ ഗിർവാണസ്ത്രയസ്ത്രിംശത മാവഹാം. ജ്ഞാതികളായ ദേവഗണം ഹവിർ ദാതാവിൻ്റെ സുഖം ആഗ്രഹിക്കുന്നു. അഗ്നി രോഹിതാശത്തോട് കൂടിയവനാണ്. അഗ്നിയോട് ആ 33 ദേവതകളെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ അപേക്ഷിക്കുന്നു. ഇവിടെ അഗ്നിയോട് പറയുകയാണ് ജ്ഞാനികളായ ദേവഗണം. ദേവഗണം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളാണ് യജ്ഞത്തിൽ പങ്കെടുക്കുന്ന 33 കോടി ദേവകളുണ്ട്. എല്ലാ വസ്തുക്കളും കല്ലും മണ്ണും എല്ലാം ദേവതകളാണ്. ഹൈഡ്രജൻ ഓക്സിജൻ എല്ലാം ദേവതകളാണ്. അരിയും വെള്ളവും എല്ലാം ദേവതകളാണ്. അതാണ് യജ്ഞത്തിൽ പങ്കെടുക്കുന്നത്. അവരെല്ലാം അത് അർപ്പിക്കുന്നവൻ്റെ ഹവിർദാതാവിൻ്റെ സുഖം ആഗ്രഹിക്കുന്നു, മനുഷ്യരുടെ സുഖം ആഗ്രഹിക്കുന്നു. നമ്മൾ അരിയും വെള്ളമെല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ സുഖം ആഗ്രഹിച്ചിട്ടാണ് അഗ്നിക്ക് അരിയും വെള്ളവും കൊടുക്കുന്നത്. ഇത് വേണ്ടിയ അഗ്നി നമുക്കത് ചോറാക്കി മാറ്റിത്തരണം. അപ്പോൾ ഈ ദേവഗണങ്ങളെല്ലാം ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുക. അപ്പം ജ്ഞാനികളായ ദേവഗണങ്ങൾ അഗ്നിയോട് പറയുകയാണ്, നീ വന്നിട്ട് മനുഷ്യരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ രോഹിതാശ്വത്തോടുകൂടിയാണുണ്ട്, അശ്വങ്ങളോടുകൂടിയാണ്. അഗ്നിക്കുന്നുണ്ട് ബലമുണ്ട്. അഗ്നിയുടെ ബലമാണ് അരിയെല്ലാം പദം വരുത്തുന്നത്. അഗ്നിയുടെ ബലത്താലാണ് കാറും ബസ്സും എല്ലാം ചലിക്കുന്നത്. അപ്പം നിങ്ങൾ പലതരം ബലങ്ങളോട് കൂടിയതാണല്ലോ. പലതരം ബലം എന്നെല്ലാം പറയുമ്പോൾ അഗ്നി ഒരു ബലത്തെ തന്നെ, ഫോഴ്സിനെ തന്നെ 2ആയിട്ടാണ്. അതാണ് അശ്വിനി കുമാരന്മാരെന്നെല്ലാം പറയുന്നത്. ഒരു ഫോഴ്സിനെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്, വെർട്ടിക്കൽ കോമ്പോണൻറ്റ് എന്നെല്ലാം പറയും. ഫോഴ്സിനെ പലതരത്തിൽ റിസോൾവ് ചെയ്യാം. ഇതെല്ലാം കുറച്ച് ഫിസിക്സായി പോവുകയാണ്, എന്നാലും പറയാതിരിക്കാൻ വയ്യ. ഈ 33 ദേവകഥകളെയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരണേ. 33 എന്ന് പറയുമ്പോൾ 33 കോടി വസ്തുക്കൾ ഉണ്ടായിരിക്കുന്നതും 33 തരത്തിലുള്ള വസ്തുക്കൾ കൂടി ചേർന്നിട്ടാണ്. അതെല്ലാം കെമിസ്ട്രി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്നാണ് 33-ൽ നിന്നാണ് 33 കോടി എന്ന വാക്കെല്ലാം വരുന്നത്. അപ്പോൾ അടിസ്ഥാനമായി ആറ്റങ്ങൾ തന്നെ, പ്രധാനപ്പെട്ട ആറ്റങ്ങൾ എന്നെല്ലാം പറയുന്നത് 100 അടുപ്പിച്ചാണ്. അതിൽ തന്നെ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ടതെല്ലാം ഒരു 30-35 അടുപ്പിച്ചെല്ലാം വരുന്നത്. അതുകൊണ്ടാണ് 33 ദേവതകളെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരണേ എന്ന് പറയുകയാണ്. കൂടുതലൊന്നും വിസ്തരിച്ചു പോകാൻ പറ്റില്ല. ഇനി 3-ാമത്തെ മന്ത്രത്തിൽ ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 45-3. പ്രിയമേധവത് അത്രീവത് ജാതവേദോ വിരൂപവത് അങ്കിരസ്വൻ മഹിവൃത പ്രസ്കണ്വസ്യ ശ്രുധീഹവം. പ്രിയമേധൻ്റെയും അത്രിയുടെയും വിരൂപൻ്റെയും അങ്കിരസിൻ്റെയും പ്രസ്കണ്ണുൻ്റെയും വിളികൾ ശ്രവിക്കാൻ മഹാകർമാവും സർവജീവജാലങ്ങളുടെയും
ജ്ഞാതാവുമായ അഗ്നിയോട് അപേക്ഷിക്കുന്നു. ഹേ കർമ്മവാനെ എന്ന് പറയാണ്. എല്ലാ കർമ്മങ്ങളെയും പ്രേരിപ്പിക്കുന്നവനാണ്, പൂർത്തീകരിക്കുന്നവനാണ് അഗ്നി. അഗ്നിയില്ലാതെ ഒരു കർമ്മവും ചെയ്യാൻ പറ്റില്ല. ചലിപ്പിക്കേണ്ടിക്ക് തന്നെ അഗ്നി വേണം, ഊർജം വേണം. ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജത്തിലാണ് നമ്മളെ ചുണ്ട് പോലും ചലിക്കുന്നത്. സർവജീവികളുടെയും നാദാവാണ്. നാദാവ് അറിവിൻ്റെ കേന്ദ്രമാണ് അഗ്നി. സർവജീവജാലങ്ങൾ കർമ്മം ചെയ്യുന്നത് അഗ്നിയുടെ സഹായത്താലാണ്. നമ്മളിപ്പോൾ ചുണ്ട് ചലിക്കുമ്പോഴും അവിടെ വലിയൊരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അത് ഡോക്ടർമാർക്കറിയാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വസ്തുക്കൾ അവിടെ വെച്ച് രാസപ്രവർത്തനം നടന്നിട്ട് അതിൽ നിന്ന് റിലീസാകുന്ന ഊർജമാണ് മസിലുകളെ സങ്കോചിപ്പിക്കുന്നത്. അപ്പോഴും സർവജീവികളുടെയും നാദാവ് ആണ് അഗ്നി. ആ അഗ്നി പണ്ട് കാലത്ത് പ്രിയമേധൻ്റെയും അത്രിയുടെയും വിരൂപൻ്റെയും അംഗീരസിൻ്റെയും വിളികൾ കേട്ടിരുന്നു. പണ്ടത്തെ ഋഷികളെല്ലാം, ഇതെല്ലാം വേദങ്ങൾ എഴുതിയ ഋഷികളാണ്, അഗ്നിയെപ്പറ്റിയെല്ലാം എഴുതിയ ഋഷികളാണ്. അവരുടെ വിളികൾ നിങ്ങൾ കേട്ടിരുന്നു. അവർ അഗ്നിയെ ഉപയോഗിച്ചിരുന്നു. അവർ അഗ്നിയുടെ ഉപയോഗങ്ങളെപ്പറ്റി എന്തെല്ലാം തരത്തിൽ അഗ്നിയെ ഊർജത്തെ ഉപയോഗിക്കാമെന്നെല്ലാം വേദപുസ്തകങ്ങളിലൂടെ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ ഈ പ്രസ്കർണൻ്റെയും വിളിയും കേൾക്കണേ. ഈ മന്ത്രം എഴുതിയ പ്രസ്കർണൻ്റെ വിളിയും കേൾക്കണേ. പ്രസ്കർണനും ചായ ഉണ്ടാക്കണ്ടെങ്കിൽ അഗ്നിയെ വിളിക്കും, നീ അത് കേൾക്കണേ. അല്ലെങ്കിൽ പ്രസ്കർണന് ഇത് എഴുതണ്ടെങ്കിൽ ശക്തി ഉപയോഗിച്ചിട്ട് എഴുതണം. ആ ഊർജം നീ നമുക്ക് തരണം. ഇനി 4-ാമത്തെ മന്ത്രം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 45-4. മഹി കേരവ ഊദയേ പ്രിയമേധ ആഹൂഷദ രാജന്തം അധ്വരാണാം അഗ്നിം ശുക്രേണ ചോഷിഷാം. യജ്ഞവേദിയിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന മഹാപ്രകാശവാനായ അഗ്നിയെ പ്രിയമേധൻ്റെ വംശക്കാർ തങ്ങളുടെ രക്ഷയ്ക്കായി വിളിച്ചിരുന്നു. പ്രകാശവാനായ അഗ്നിയാണ്. അത് നമുക്കറിയാം. അഗ്നി ഊർജം പ്രകാശ രൂപത്തിലുള്ള ഭയങ്കര പ്രകാശവാനാണ്. അത് യാഗവേദിയിൽ നമ്മൾ യജ്ഞം നടത്തുന്നിടത്തെല്ലാം പ്രകാശിക്കും. അതിലൊന്നും ആർക്കും വലിയ വ്യാഖ്യാനമൊന്നും വേണ്ട, അറിയാം. പ്രിയമേധൻ്റെ വംശക്കാർ, അതായത് ഇത് എഴുതിയ ഋഷികൾ, അവരുടെ കുടുംബങ്ങൾ തങ്ങളുടെ രക്തക്കായി അഗ്നിയെ വിളിച്ചു. അവരും അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ശരീരം ചൂടാക്കാൻ വേണ്ടിയിട്ട്, ശരീരം ചൂടാകണമെങ്കിൽ ശരീരത്തിൻ്റെ ചൂട് നിലനിർത്തുന്ന തന്നെ അഗ്നിയാണ്. ഇനി അന്തരീക്ഷം മഞ്ഞെല്ലാം സമയത്താണെങ്കിൽ ഗുഹയിൽ കിടക്കുന്ന മനുഷ്യരെന്ത് ചെയ്യും? അടുത്ത് വിറകും കത്തിച്ചിട്ട് അഗ്നിയെ വിളിക്കും, നീ വന്നൊന്ന് നമുക്ക് ചൂടാക്കിത്താന്നും പറഞ്ഞുകൊണ്ട്. അപ്പം പ്രിയമേധൻ്റെ വംശക്കാർ, അതായത് അന്നേത്തെ കാലം മുതൽ ഈ ഋഷികൾ ഇത് എഴുതുന്നവർ മുഴുവൻ അഗ്നിയെ വിളിച്ചിരുന്നു തങ്ങളുടെ സഹായത്തിന്. ഇനി 5-ാമത്തേത്. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 45-5. കൃതാവഹന സന്ധ്യോയ്മാ ഉഷുശ്രുതിഗിരഹ യാഭി കണ്ണുസ് സൂനവോ ഹവന്തേവസേ ത്വാം. കൃതത്താൽ ഹവനം ചെയ്യപ്പെടുവാൻ യോഗ്യനും ദാതാവുമായ അഗ്നിയോട് കണ്ണുപുത്രന്മാർ ഏതെല്ലാം സ്തുതികളാൽ തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വിളിക്കുന്നുവോ ആ സ്തുതികൾ ശ്രദ്ധയോട് ശ്രവിക്കാനായി അപേക്ഷിക്കുന്നു. കൃതം നൽകിക്കൊണ്ട് കണ്ണുപുത്രന്മാർ. അപ്പം വേറെ പണ്ടത്തെ കാലത്തെ ഋഷികൾ ഈ അഗ്നിയെ പറ്റി ഏറ്റവും അധികം എഴുതിയിരിക്കുന്നത് കണ്ണുപുത്രന്മാരിലാണ്. ആ കണ്ണുകുലത്തിൽപ്പെട്ടവരാണ്. അവരെല്ലാം കൃതത്താൽ ഹവനം ചെയ്യുവാൻ യോഗ്യനും കഴിവുള്ളവനുമായ അഗ്നിയെ, അതായത് കൃതത്താൽ ഹവനം ചെയ്യാൻ എന്തൊരു കർമ്മം ചെയ്ത് സാധിപ്പിച്ചെടുക്കുവാനും നമ്മളെന്തൊക്കെ വസ്തുക്കൾ കൊടുക്കുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട്, വെളിച്ചെണ്ണയായാലും മണ്ണെണ്ണയായാലും എന്തായാലും, അതുകൊണ്ട് നമ്മൾ അഗ്നിയെ സമീപിക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളാൽ
അഗ്നിയെ സമീപിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അതിനെയെല്ലാം കർമ്മം ചെയ്യാൻ യോഗ്യരാണ് അഗ്നി. അങ്ങനെയുള്ള അഗ്നിയെ കണ്ണുപുത്രന്മാർ സ്തുതികളിലൂടെ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണുപുത്രന്മാർ അവരെയെല്ലാം സമീപിച്ചിരുന്നു എന്ന് പറയുകയാണ്. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അഗ്നിയെ സമീപിച്ചിരുന്നത്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സമീപിച്ചാൽ ഇപ്പം വെള്ളം തിളപ്പിക്കേണ്ടി, വെള്ളം ഐസാക്കണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അഗ്നി അത്രയും മാറ്റണം. 0 ഡിഗ്രി വരെ എത്തുമ്പോഴേ ഐസാവുകയുള്ളൂ. അപ്പോൾ അത്രയും ഊർജത്തെ മാറ്റണം. അപ്പോൾ അവർക്കിതെല്ലാം അറിയാം. അല്ലെ ഐസ് മാരി കിടക്കുകയാണ്, മൂടിക്കിടക്കുകയാണെങ്കിൽ അതിനൊന്ന് ഉരുക്കിയെടുക്കണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചിട്ടുള്ള അഗ്നിയെല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം കണ്ണുപുത്രന്മാർ ഏതെല്ലാം സ്തുതികളിലൂടെ, അതിനുള്ള വഴികളും അവർക്കറിയാം. രക്ഷയ്ക്ക് വേണ്ടി നിന്നെ വിളിച്ചിരുന്നുവോ? അപ്പം പണ്ടുള്ള കണ്ണുപുത്രന്മാരും അഗ്നിയെ വിളിച്ചിരുന്നു അവരുടെ സഹായത്തിന്, അഗ്നിയുടെ സഹായത്തിന് വേണ്ടി. ഇപ്പം മുറികളെല്ലാം ഭയങ്കര തണുപ്പ്, മഞ്ഞുകാലത്ത് മുറിയെല്ലാം വളരെ തണുക്കുമ്പോൾ വിറകെല്ലാം കൂട്ടിയിട്ടിട്ട് അവർ അഗ്നിയെ വിളിക്കും. ശാസ്ത്രീയമായിട്ട് വിറക് കത്തിച്ചിട്ട് വിളിച്ചാലല്ലേ അഗ്നി വരും. അല്ലാതെ ഇരുമ്പ് വെച്ചിട്ട് കത്തിച്ചിട്ട് വിളിച്ചാൽ വരുമോ? അപ്പോൾ അവരുടെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കത്തുന്ന വസ്തുക്കളെല്ലാം കണ്ടെത്തിയിട്ട് അത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പലതരത്തിൽ അവർ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ വിളിച്ചിരുന്നു. ആ സ്തുതികൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർക്ക് പല ശാസ്ത്ര രഹസ്യങ്ങളും അറിയാമായിരുന്നു. അഗ്നി ഉപയോഗിച്ച് പലതും നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ അവർക്കറിയാമായിരുന്നു. അവരതുപയോഗിച്ച് ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പലതിനും ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം അവരെന്ത് ചെയ്തിട്ടുണ്ട്? അറിയുന്നതും അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇപ്പോൾ റോക്കറ്റിൻ്റെ കാര്യം പോലും അവർക്കറിയാം, പക്ഷേ ചെയ്യാൻ പറ്റില്ല. അവർക്കറിയാതെയല്ല, അവർക്കറിയുന്ന കാര്യങ്ങൾ പക്ഷേ അവർക്ക് നടപ്പാക്കാൻ പറ്റാത്തത്. റോക്കറ്റ് ഉണ്ടാക്കി വിടേണ്ട കാര്യമല്ല അവർക്കറിയാം എങ്ങനെയാണെന്ന്, പക്ഷേ അവർക്ക് നടപ്പാക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും അവരെന്ത് ചെയ്തിരുന്നു? സ്തുതികൾ ശ്രദ്ധയോടുകൂടി അവരെ അതെല്ലാം വേദപുസ്തകങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. അത് പ്രയോഗിക്കുമ്പോൾ നീ അത് ശ്രവിക്കണേ. അപ്പം കണ്ണും പുത്രന്മാരെല്ലാം അഗ്നി ഉപയോഗിച്ച് ഇന്നയെല്ലാം ചെയ്യാമെന്ന് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സയൻസ് പുസ്തകമായ വേദത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. നമ്മളിന്നത് പഠിച്ച് പ്രയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ നീ അത് ശ്രദ്ധയോടുകൂടി ആ സൂക്തങ്ങൾ കേൾക്കണേ. ഇനി 6-ാമത്തെ ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 45 6. താം ചിത്ര ശ്രവസ്തമഹവന്തേ വിക്ഷുജന്തവാ ശോജിഷ്കേശം പുരുപ്രിയാഗ്നേ ഹവ്യായ വോൾഹവേ. മഹാകീർത്തിമാനും ബഹുജനപ്രിയനും പ്രകാശവാനുമായ അഗ്നിയെ ഹവിസിനു വേണ്ടി ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. പറയുകയാണ്, മഹാകീർത്തിമാനാണ് അഗ്നി. അഗ്നി വളരെ കീർത്തിമാനാണ്. അഗ്നി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെല്ലാം സാധിപ്പിച്ചെടുക്കുന്നത്. ബഹിരാകാശത്ത് പോലും നമ്മൾ അഗ്നി ഉപയോഗിച്ചിട്ട് പോകുന്നു. അവിടെയുള്ള വാഹനങ്ങൾ ഇവിടെ സിഗ്നൽ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് ഉപയോഗിച്ചിട്ടുള്ള സിഗ്നൽ ഉപയോഗിച്ചിട്ട് നിയന്ത്രിക്കുന്നു. അതെല്ലാം അഗ്നിയുടെ വേറെ രൂപമാണ്. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളിൽ അഗ്നിയുടെ രൂപമാണ്. അപ്പം നീ വളരെ മഹാനാണ്, കീർത്തിയുള്ളവനാണ്, ബഹുജനങ്ങളുടെ പ്രിയനാണ്. ബഹുജനങ്ങൾ, എത്ര ജനങ്ങൾ, എല്ലാ ജനങ്ങൾക്കും അഗ്നി വേണം. പ്രകാശവാനാണ്, നീ പ്രകാശിച്ചവരാണ്. നിന്നെ ഹവിസിന് വേണ്ടി നമ്മൾ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളെ പല കാര്യങ്ങളും സാധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളെ ഓരോ കർമ്മത്തിലും വസ്തുക്കൾ നമ്മൾ അർപ്പിക്കുമ്പോൾ അതിനെ വേറൊരു രൂപത്തിൽ മാറ്റിത്തരുവാൻ വേണ്ടി ഹവിസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. ആഹ്വാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കൾ നൽകിയിട്ട് നമ്മൾ നിന്നെ വിളിക്കുകയാണ്. നീ അരിയും വെള്ളം തന്നിട്ടുണ്ട്, ഇതാ നീ നമുക്കൊന്ന് ചോറാക്കിയിട്ട് മാറ്റിത്തരുക. ഇനി 7. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 45 7. നിത്വാ ഹോതാരമൃദ്ധിജം ദധിരേ വസുവിത്തമം ശുത്കർണം സപ്രതസ്തമം വിപ്ര അഗ്നേ ദിവിഷ്ടിഷു. ഹോതാവും
ഋദ്ധിക്കും ധനദാതാവും വിഖ്യാതനും സ്തുതി ശ്രവിക്കുന്നവനുമായ അഗ്നിയെ ജ്ഞാനികൾ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി യജ്ഞത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അഗ്നി ഹോതാവാണ്, ഋത്വിക്കാണ്, ധനം നൽകുന്നവനാണ്, വിഖ്യാതനാണ്, സ്തുതി ശ്രവിക്കുന്നവനാണ്, ജ്ഞാനികൾ എല്ലാമാണ്. അപ്പം നീയാണ് എല്ലാ യജ്ഞങ്ങളെയും കർമ്മങ്ങളെയും പൂർത്തീകരിക്കുന്നത്. ഞാനിപ്പം ചോറാക്കാൻ വേണ്ടിയിട്ട് ഒരു യജ്ഞം ചെയ്യുകയാണെങ്കിലും അതിനെ യഥാർത്ഥത്തിൽ ചോറാക്കുന്നത് ഞാൻ അരിയും വെള്ളവും കൊടുക്കുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അതിനെ ചോറാക്കുന്നത് ഈ അഗ്നിയാണ്. അപ്പം ഹോതാവും ഋത്വിക്കുകളും എല്ലാം നീ തന്നെയാണ്. അതിലൂടെ എനിക്ക് എന്തെങ്കിലും കർമ്മം ചെയ്ത് പണം വെച്ചിട്ട് കാശുണ്ടാക്കുമ്പോൾ നീ ധനദാതാവാണ്, ധനം നമുക്ക് നൽകുന്നുണ്ട്. നീ വിഖ്യാതനാണ്, സ്തുതി ശ്രമിക്കുന്നവനാണ്. നീ സയൻസിലോട്ട് നിന്നോട് ആവശ്യപ്പെടുമ്പം നീ അത് ചെയ്തു തരും. ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരം നിന്നെ കത്തിക്കുമ്പോൾ നീ വിമാനത്തെ തള്ളി മുകളിലേക്ക്, റോക്കറ്റിനെ തള്ളി മുകളിലേക്ക് കൊണ്ടുപോകും. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതാണ് സ്തുതി. ഈ സ്തുതി തത്വം ഉപയോഗിച്ച് മൂട്ടിൽ തീ കൊടുക്കുമ്പോൾ റോക്കറ്റ് എന്തായാലും അല്ലെ വാണങ്ങൾ എന്തായിരിക്കും മുകളിലേക്ക് പോകും. അപ്പം നീ സ്തുതി ശ്രവിക്കുന്നവനാണ്. ജ്ഞാനികൾ നിന്നെ സ്വർഗം നേടാൻ വേണ്ടി യജ്ഞത്തിൽ സ്ഥാപിച്ചു. അതായത് സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന തരത്തിൽ ഒരു കാര്യം സാധിപ്പിച്ചെടുക്കുമ്പോൾ അതിനാണ് സ്വർഗം കിട്ടുക എന്ന് പറയുന്നത്. നമ്മളെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു വരുന്ന ആ അവസ്ഥക്ക് വേണ്ടിയിട്ട് യജ്ഞത്തിൽ നിന്നെ സ്ഥാപിച്ചിരിക്കുന്നു. ഏത് കർമ്മം ചെയ്യുമ്പോഴും നിന്നെയാണ് അവിടെ മുന്നിൽ പിടിച്ച് ഇടുന്നത്. ഇനി അതുകൊണ്ടാണ് എല്ലാ ഫംഗ്ഷനും വിളക്ക് കത്തിച്ചിട്ട് തുടങ്ങുന്നത്. അതിലൂടെ ഒരു സന്ദേശമാണ് നടക്കുന്നത്. എല്ലാ യജ്ഞങ്ങൾക്കും അഗ്നി വേണം. അഗ്നിയിലൂടെയാണ് എല്ലാ യജ്ഞങ്ങളും നടക്കുന്നത്. ഇനി 8 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 45 8. ആത്വാ വിപ്ര അജുച്യവു സുതസോമ അഭിപ്രയഃ ബൃഹദ്ഭാ ബിഭ്രതോ ഹവിരഗ്നേ മർത്തായ ദാശുഷേ. നിഷ്പന്നമായ സോമവും ഹവിസും ഉള്ളവരായ ജ്ഞാനികൾ അഗ്നിയെ മരണധർമാക്കളായ യജമാനന്മാർക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സോമവും ഹവിസും ഉള്ളവർ നിഷ്പന്നമാക്കാൻ വേണ്ടിയിട്ട്, പുതിയൊരു അന്നം നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് സോമവും ഹവിസും എല്ലാം ഉള്ളവർ. നമുക്കൊരു ഒരു നല്ല ഒരു അന്നം, ഒരു ഭക്ഷണം ഉണ്ടാക്കണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള സോമം, ഇൻപുട്ടും ഹവിസുകളെല്ലാം നമ്മൾ അർപ്പിക്കും അഗ്നിക്ക്. ഒരു സാമ്പാർ ഉണ്ടാക്കണ്ടെങ്കിൽ സാമ്പാറിന് വേണ്ട സാധനങ്ങളെല്ലാം അതിനാണ് സോമം എന്ന് പറയുന്നത്. ഇൻപുട്ട് എന്ന നിലയിൽ കണ്ടാൽ മതി. അതെല്ലാം അർപ്പിക്കുമ്പോൾ അഗ്നിക്കാണ് അർപ്പിക്കുന്നത്. എന്തിനു വേണ്ടി? യജമാനന് വേണ്ടി. നമ്മുടെ ഒരു ഫാക്ടറിയിലാണെങ്കിൽ ആ ഫാക്ടറിയുടെ ഒരു തലവനുണ്ടാവും. ആ തലവന് വേണ്ടിയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. നമ്മളെ മുകളിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും. അവരാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഒരു വീട്ടിലാണെങ്കിൽ അതിൻ്റെ രക്ഷിതാവ് അവർ പറയുന്ന അനുസരിച്ചാണ് ബാക്കിയുള്ളവരെല്ലാം യജ്ഞം ചെയ്യുക. അപ്പോൾ ആ യജമാനന് വേണ്ടി അങ്ങേരടുത്ത് സോമം ഇതെല്ലാം ഉണ്ട്, അത് നിനക്ക് അർപ്പിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ട്? യജമാനന് വേണ്ടിയിട്ട്. അതിനു വേണ്ടിയാണ് നിന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് യജ്ഞത്തിൽ. അഗ്നി ഉണ്ടെങ്കിലല്ലേ എല്ലാ കർമ്മവും ചെയ്യും. എന്ത് കർമ്മവും നമ്മൾ ചെയ്യുന്നത്, പുതിയൊരു ഉൽപ്പാദനം ഉണ്ടാക്കാൻ വേണ്ടി കർമ്മം ചെയ്യുന്നത് യജമാനന്മാർക്ക് മുകളിലുള്ളവർ പറയുന്ന അനുസരിച്ചാണ്. ആ കർമ്മം ചെയ്യുമ്പോൾ ആ യജ്ഞസ്ഥാനത്ത് നിന്നെ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇനി 9 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 45 9. പ്രാതര്യാവണ സഹസ്കൃത സോമ പേയായ സന്ധ്യ ഇഹാദ്യ ദൈവം ജനം ബർഹിരാ സാധയവസോ. ബലോൽപ്പന്നനായ അഗ്നി ധനത്തിൻ്റെ ഉടമയാണ്. പ്രഭാതത്തിൽ വന്നു ചേരുന്ന ദേവഗണത്തെയും കുശാസനങ്ങളിൽ ഇരുത്തി സോമപാനത്തിന് തയ്യാറാക്കണമേ എന്ന് അഗ്നിയോട് അപേക്ഷിക്കുന്നു.
ബലോൽപന്നനായ അഗ്നിയെ എന്ന് പറയാണ്. ബലത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന അഗ്നിയെ. നിങ്ങളാണ് ധനത്തിൻ്റെ ഉടയവൻ. ബലത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുക. ഒരു മെക്കാനിക്കൽ എനർജിയെ നമുക്കെന്തുണ്ടാക്കാം? വൈദ്യുത രൂപത്തിലേക്കാക്കി മാറ്റാം. ഒരു രണ്ട് മാഗ്നറ്റിൻ്റെ ഇടക്ക് ഒരു ആർമേച്ചർ വെച്ച് ബലം പ്രയോഗിച്ച് തിരിച്ചു കഴിഞ്ഞാൽ അതാണ് ജനറേറ്ററിൽ സംഭവിക്കുന്നത്. അവിടെ ഏത് ബലമാണ് ഉപയോഗിക്കുന്നത്? വെള്ളം വീഴുന്ന ബലം. കുന്നും മെല്ലുന്നെല്ലാം വെള്ളം വീഴുമ്പോഴുള്ള ആ ബലം ഉപയോഗിച്ചുകൊണ്ട് അതിലുള്ള ആർമേച്ചറിനെ കറക്കുമ്പോൾ ആ ബലം എനർജി മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. അത് ധനത്തിൻ്റെ ഉടമയാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന എനർജിയാണ് വളരെ ധനത്തിൻ്റെ ഉടമയാണ്. വളരെയധികം ധനം നേടുന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തിയിട്ടെല്ലാം തന്നെ. നീ എന്ത് ചെയ്യണം? പ്രഭാതത്തിൽ വന്നിരുന്ന ദേവഗണങ്ങളെയെല്ലാം കുശാസനത്തിലെത്തി സോമപാനത്തിന് തയ്യാറാക്കണം. കുശാസനം എന്ന് പറയുമ്പോൾ കോയിലുകളാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ. കുശപ്പുല്ല് പോലെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് കോയിലുകളിലൂടെയാണ് നമ്മൾ ബലം പ്രയോഗിക്കുന്നത്. ആ ആർമേച്ചറിനെയാണ് തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും? വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യും. അതാണ് കുശാസനത്തിൽ വന്നിരിക്കണേ. അപ്പം ഒരു കുശാസനം കൊണ്ടുള്ള ഒരു ആർമേച്ചർ ഉണ്ടാക്കി, അല്ലെങ്കിൽ കോപ്പർ ഇൻസുലേറ്റഡ് വയർ കൊണ്ടുള്ള ഒരു ആർമേച്ചർ ഉണ്ടാക്കി, അതിൽ ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ബലത്തിൽ അതിനെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇടയ്ക്ക് വെച്ച് തിരിച്ചു കഴിഞ്ഞാൽ ആ കോയിലിൽ ആര് വന്നിരിക്കും? ആ കുശാസനത്തിൽ അഗ്നി വന്നിരിക്കും. ഏത് രൂപത്തിൽ? ഇലക്ട്രിക്കൽ എനർജി എന്ന രൂപത്തിൽ വന്നിരിക്കും. എന്നിട്ട് അത് മറ്റുള്ള യജ്ഞങ്ങളിലെല്ലാം ദേവകളെയെല്ലാം സഹായിക്കും. ഇനി 10 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 45 10. അർവാഞ്ചം ദൈവ്യം ജനമഗ്നേ യക്ഷ്വ സഹൂതിഭിഃ അയം സോമസുദാനവസ്തം പാദതിരോഹിണ്യം. പ്രത്യക്ഷരായ ദേവസമൂഹത്തെ സ്തുതിപൂർവം പൂജിക്കാൻ അഗ്നിയോട് അപേക്ഷിക്കുന്നു. പിഴിഞ്ഞെടുത്ത സോമരസം പാനം ചെയ്യാൻ മംഗളദായകരായ ദേവന്മാരോട് അപേക്ഷിക്കുന്നു. അഗ്നിയോട് പറയുകയാണ്, നീ മറ്റുള്ള ദേവതകളെയെല്ലാം, കാണപ്പെടുന്ന ദേവതകളെയെല്ലാം സ്തുതിപൂർവം സ്വീകരിക്കുക, പൂജിക്കുക. അഗ്നി എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന ദേവതകളെയെല്ലാം സ്തുതിയോടുകൂടി ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പരിചരിച്ചിട്ട് വേറൊരു രൂപത്തിലേക്കാക്കി മാറ്റും. അരിയും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നി എന്ത് ചെയ്യും? അതിനോട് കൂടി ചേർന്നിട്ട് അതിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും. എന്താണ് ആഗ്രഹം? സോഫ്റ്റായ അരിയ ചോറായിട്ട് മാറുക. അപ്പോൾ ഈ കൊടുക്കുന്ന ദേവതകളെ, വസ്തുക്കളെ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ അഗ്നി സ്വീകരിക്കണേ. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചിട്ട് അവക്ക് എന്തായി മാറണമെന്ന് താല്പര്യമുണ്ടോ അത് സാധിപ്പിച്ച് കൊടുക്കണേ. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം 100 ഡിഗ്രി ടെമ്പറേച്ചറിൽ ചൂടാക്കിയാൽ വെള്ളത്തിന് താല്പര്യം എന്താണ്? നീരാവിയായിട്ട് മാറാനാണ്. വെള്ളത്തെ 100 ഡിഗ്രി വരെ ചൂടാക്കിയാൽ വെള്ളത്തിൻ്റെ താല്പര്യം, ആ ദേവതയുടെ താല്പര്യം, വെള്ളത്തിൻ്റെ താല്പര്യം അതിന് ദ്രവരൂപത്തിൽ നിന്ന് വാതക രൂപത്തിലേക്ക് മാറാനാണ്. അപ്പം നീ എന്ത് ചെയ്ത് കൊടുക്കണം? അതിനു വേണ്ടി സഹായം, നീ അതിനെ പൂജിക്കണമെന്ന് പറഞ്ഞാൽ നീ അതിനു വേണ്ടിയിട്ടുള്ള സേവനം ചെയ്തു കൊടുക്കണം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ മംഗളദായകന്മാരായ ദേവതകളെ ഇതാ പിഴിഞ്ഞെടുത്ത സോമം ഇരിക്കുന്നു, ഇത് പാനം ചെയ്യും. അപ്പോൾ ആ ദേവതകൾക്കെല്ലാം, പ്രത്യേകിച്ച് അഗ്നി അടക്കമുള്ള ദേവതകൾക്കാണ് നമ്മൾ ഈ സോമപാനം കൊടുക്കുന്നത്. അവരത് കുടിക്കും. നമ്മൾ കൊടുക്കുന്ന അരിയും വെള്ളവും അത് അഗ്നി സ്വീകരിക്കും, ആ ദേവതകൾ സ്വീകരിക്കും. വെള്ളത്തെ അരി സ്വീകരിക്കും, അരിയെ വെള്ളം സ്വീകരിക്കും, അഗ്നി രണ്ടിനെയും സ്വീകരിക്കും. ഇതെല്ലാം അഗ്നി എടുക്കും.
അല്ലെങ്കിൽ ഇന്ദ്രൻ എടുക്കും. ഇന്ദ്രനാണ് അവിടെയെല്ലാം കൂടിയിട്ട് ഇതിനെ മറ്റൊന്നാക്കി മാറ്റുന്നതിൽ പ്രവർത്തിക്കുന്ന ശക്തി. അപ്പം ഈ ദേവതകളെല്ലാം കൂടിയിട്ട് അതിനെ അങ്ങ് സ്വീകരിക്കും. നമ്മൾ കൊടുത്ത അരിയും ഉണ്ടാവില്ല, വെള്ളവും ഉണ്ടാവില്ല. ഇതെല്ലാം അഗ്നിയും ഇന്ദ്രനും അരിയും വെള്ളമെല്ലാം കൂടിയിട്ട് സ്വയം അങ്ങ് ഭക്ഷിക്കും. പിന്നെ നമുക്ക് അരിയും വെള്ളവും കിട്ടാൻ പോകുന്നില്ല. പിന്നെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ചോറാണ്, അല്ലെങ്കിൽ കഞ്ഞിവെള്ളവും ചോറുമാണ്. അല്ലാതെ ശുദ്ധമായ വെള്ളം അല്ല, പുതിയൊരു വസ്തുവാണ്. അപ്പം അവരത് പാനം ചെയ്യണേ. അവർ പാനം ചെയ്താലേ നമുക്ക് എന്തായിട്ട് കിട്ടുള്ളൂ? അരിയും വെള്ളവും മുഴുവൻ അത് കുടിച്ചാലേ നമുക്കെന്ത് കിട്ടുകയുള്ളൂ? ചോറ് കിട്ടുകയുള്ളൂ. അല്ല പകുതി വേറെ അരി അടക്കിടന്നാലോ? അത് ശരി, അവർ പകുതി വെന്ത് കഴിഞ്ഞാൽ അരി വെന്തിട്ടില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറ്റില്ല. എന്ത് വേണം? മുഴുവൻ അത് കുടിച്ചിട്ട് നമുക്ക് പിന്നെ അരിയും വെള്ളവും വേണ്ട, അത് നീ എടുത്തോ, നമുക്കെന്ത് തന്നാൽ മതി? ഫുള്ള് ചോറ് തന്നാൽ മതി.